പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ള പ്രാവശ്യം വെൽക്കം ചെയ്യുകയാണ്. വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നന്നായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വെളിപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്കൊന്നിച്ചടുത്ത് കൊണ്ട് അവിടുന്ന് ഒരുക്കിയ മുഖാന്തരത്തിനായ സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കൊരു ആത്മീയ ബലത്തിന് കാരണമായി തീരണം, അനുഗ്രഹത്തിന് കാരണമായി തീരണം. മുറ്റുമായി സമർപ്പിക്കുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോന്നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. അങ്ങനെ അവിടുന്ന് പ്രവർത്തിപ്പാൻ പോകുന്ന കുറിപ്പയ്ക്കായി സ്തോത്രം. സകല മാനവും മഹത്വവും ഞങ്ങളോടുത്ത് കടപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് പഞ്ചാബിൽ നിന്ന് പ്രിയ മകൾ സിമി പ്രൈസാണ്. സ്നേഹത്തോടെ നമ്മുടെ വിമൺ ഫോർ ജീസസിൻ്റെ സെക്ഷനിലേക്ക് സിമിയെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് മോളെ. പ്രൈസ് ലോർഡ്. പഞ്ചാബിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നല്ലേ? മോന്റെ പേരെന്തുവാ പറഞ്ഞാട്ടെ? മോനെ പേര് പറഞ്ഞേ. എന്തോ? സെബദിയ. ഓക്കെ. ആ, ദൈവം അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ. എത്ര വയസ്സായി മോളെ കുഞ്ഞിന്? 5 വയസ്സ്. 5 വയസ്സ് അല്ലയോ? ഇപ്പൊ വെക്കേഷൻ ആണല്ലോ അല്ലയോ? ഇല്ല, ഇവിടെ ആക്ച്വലി സ്കൂള് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവധി ആയിട്ടില്ല, എക്സാം നടക്കും. അത് ശരി. ഓക്കെ ഓക്കെ. ശരി. നേരത്തെ നമുക്ക് കപൂർത്തലയിലാണല്ലോ. കപൂർത്തലയിൽ പ്രിയ പപ്പ വന്നിരുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറഞ്ഞു, ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞു. മോടെയും വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ് അല്ലേ? നാട്ടിൽ ട്രിവാൻഡ്രത്തല്ലയോ? പപ്പായും മമ്മിയും നിങ്ങൾ എല്ലാവരും ട്രിവാൻഡ്രത്തായിരുന്നോ? ഞങ്ങളെല്ലാം ട്രിവാൻഡ്രത്തായിരുന്നു. ശരി. ഓക്കെ. ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടെന്ന് അറിയാം. അപ്പം ജീവിതാനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പപ്പായും മമ്മിയെ കുറിച്ചൊക്കെ പറയും അല്ലേ? അതുകൊണ്ട് ആ ചോദ്യങ്ങളൊന്നും ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല. ചെറിയ പ്രായം മുതലുള്ള മോടെ അനുഭവങ്ങൾ പറയാം കേട്ടോ. ദൈവം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. എന്തെങ്കിലും അത്യാവശ്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം. കണ്ടിന്യൂ ചെയ്യാം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങാം. ശരി മക്കളെ. ആദ്യം തന്നെ എന്താ പറയാ, ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് സിസ്റ്ററിനോട് ഞാൻ എൻ്റെ താങ്ക്സ് പറയുവാണ്. ഒത്തിരി പേരുടെ അനുഭവ സാക്ഷ്യം ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാസ്റ്റ് ഒത്തിരി ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പാസ്റ്റ് നമുക്ക് വീണ്ടും തിരിഞ്ഞു നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ ആ ഒരു പാസ്റ്റ് ചില വ്യക്തികൾക്ക് അത് ആ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ അതൊരു കഥ പോലെ കേട്ട് മറക്കാം. മറ്റു ചിലർക്ക് ആ ഒരു ഇൻസിഡന്റിലൂടെ പോകുന്നതാണെങ്കിൽ ഒത്തിരി റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് ചിലപ്പം നമ്മുടെ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെസ്റ്റിമണി അവർക്ക് ഒരു ആശ്വാസമായിട്ട് മാറാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനോട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഓക്കെ പറഞ്ഞത്. എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സിമി. എൻ്റെ ഇപ്പോഴത്തെ സർനെയിമാണ് പ്രൈസ്. വിവാഹശേഷമുള്ളത് ഹസ്ബൻഡിന്റെ പേരായിരുന്നു പ്രൈസ്. എൻ്റെ പപ്പയുടെ പേര് ജോർജ്, അമ്മയുടെ പേര് ഗ്രേസി. ഞാൻ ജനിക്കുമ്പോൾ അവരെല്ലാം എന്താ പറയാ, ഒരു പെന്തക്കോസ് ഫാമിലിയിൽ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്നതെല്ലാം. ഒരു ചർച്ചിനകത്താണ് ജനിച്ചു വീണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ഫാമിലിയിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷെ അവിടെയും ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് 3 സഹോദരങ്ങളാണ് ഉള്ളത്. ഞാൻ ഏറ്റവും ഇളയാളാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായ ഒരു മോളാണ് ഞാൻ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായി ഒരു മോള്. അതും അവര് കേട്ട ഒരു പ്രൊഫസിയുടെ ഒരു ഉത്തരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഏജ് ഡിഫറൻസ് ഉണ്ട്. എൻ്റെ അപ്പനും അമ്മയാന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ആരും വിശ്വസിക്കത്തില്ലായിരുന്നു, സ്കൂൾ ടൈമിലൊന്നും. എൻ്റെ പപ്പ പാസ്റ്ററായിരുന്നു, അമ്മയും പപ്പയോടൊപ്പം സുദൈവവേലയിലായിരുന്നു. പക്ഷെ പപ്പ അമ്മയെ വിവാഹം ചെയ്യുന്ന ആ സമയത്തിന് മുന്നേ വരെ പപ്പ ദൈവവിശ്വാസി അല്ലായിരുന്നു. ഒത്തിരി എന്താ പറയാ, ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിലേക്കായിരുന്നു എൻ്റെ അമ്മ
കടന്നു ചെന്നത്. അത് വിവാഹശേഷമാണ് അമ്മ അറിഞ്ഞതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം, പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. അമ്മയോട് മറച്ചു വെച്ചിട്ടാണ് എന്റെ പപ്പ അമ്മയെ വിവാഹം ചെയ്യുന്നത്, വിശ്വാസത്തിലല്ല എന്നുള്ള കാര്യം. കയറി ചെല്ലുമ്പോഴറിയുന്ന ഒരു ഫാമിലി മൊത്തവും എന്താ പറയാ, ഒത്തിരി വിരോധമായിട്ട്, ഐ മീൻ ദൈവ ആരാധനയ്ക്കും എല്ലാം വിരോധമായിട്ട് അവർ മറ്റു പല ആരാധനകളെല്ലാം ചെയ്തു പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പോ അമ്മയ്ക്ക് അത് ഒത്തിരി സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. കാരണം അമ്മ ജനിച്ചു വന്ന ഒരു ഫാമിലി വെച്ച് നോക്കുമ്പോൾ ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അമ്മ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ട ഇടയായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എൻ്റെ അമ്മ അവിടെ നിന്ന് ഓടിപ്പോവാൻ അമ്മ ശ്രമിച്ചില്ല. പകരം ആ ഒരു പ്രതിസന്ധിയിലും അമ്മ അവിടെ പിടിച്ചു നിന്നു. ഒരു കൂട്ടുകുടുംബമായിരുന്നു എൻ്റെ പപ്പയുടെ ഫാമിലി എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ മക്കൾ, അങ്ങനെയെല്ലാം. അപ്പോ പപ്പയുടെ അപ്പനും അമ്മയും എല്ലാം ഉണ്ടായിരുന്ന സമയമായിരുന്നു. എൻ്റെ അമ്മ ഒരു വിശ്വാസി ആയിരുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും അമ്മയോട് നിർബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ പൂജ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ നിർബന്ധിക്കുന്ന സമയത്തെല്ലാം അമ്മ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ അതിനെല്ലാം ഒത്തിരി ഹറാസ്മെന്റ് അമ്മ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് സപ്പോർട്ടീവായിട്ട് ദൈവം അന്നൊരു വ്യക്തിനെ അമ്മയുടെ ലൈഫിലേക്ക് അയച്ചു. ഒരു ആന്റി മുഖേനയാണ് എന്റെ പപ്പ വിശ്വാസത്തിൽ കടന്നു വരുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ദൈവം കൂട്ടിച്ചേർക്കാറുണ്ട്. അത് എന്തെങ്കിലും ഒരു റീസണ് വേണ്ടിയിട്ടായിരിക്കും. അമ്മ ആ കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട് നിന്നപ്പോ അമ്മയ്ക്കൊരു പ്രാർത്ഥനയിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ ഒരു ആന്റി കടന്നു വന്നു. അങ്ങനെ പപ്പയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പപ്പേനെയും കൂട്ടി ചർച്ചിൽ പോയി. അങ്ങനെ പപ്പയും ഈ ആരാധനയിലെല്ലാം ഇൻക്ലൂഡായി. പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്നാനം കാണാൻ പോയത് എന്റെ പപ്പ. പക്ഷെ അന്ന് അവിടുത്തെ പാസ്റ്ററോട് പപ്പ പറഞ്ഞു എനിക്കും സ്നാനപ്പെടണമെന്ന് പറഞ്ഞിട്ട്, ഒട്ടും പ്രിപ്പയർ അല്ലാതിരുന്ന സമയത്ത് ദൈവാത്മാ ഹേമിച്ചിട്ട് നിന്നോണം തന്നെ എന്റെ പപ്പ അന്ന് സ്നാനമേറ്റു. അതിനുശേഷം വിശ്വാസത്തിൽ കടന്നു വന്നു. വചനം പഠിക്കാൻ പോയി. അതിനുശേഷം പാസ്റ്റർ ചുമതലയെല്ലാം ഏറ്റെടുത്തു. ആ സമയത്ത് പപ്പ വിശ്വാസത്തിലേക്ക് വന്നെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും, അതായത് പപ്പയുടെ അപ്പനും അമ്മയും കുടുംബക്കാരെല്ലാവരും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. ഇവര് ഒറ്റയ്ക്ക് സുവിശേഷം പറയാനൊക്കെ പോകുമ്പോഴും പോയിട്ട് തിരിച്ചു വരുമ്പോഴും മുറിക്കാത്ത വെള്ളം എടുത്തൊഴിക്കുക, അവരെ കിടക്കാനായിട്ട് അവരെ അനുവദിക്കാതിരിക്കുക, അങ്ങനെ ഒത്തിരി അവർ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി ഒറ്റപ്പെടുത്തലും ഒത്തിരി കുറ്റപ്പെടുത്തലും എല്ലാം കേട്ടു. പക്ഷെ അപ്പോഴെല്ലാം അവര് ഒട്ടും അകന്നു മാറാതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കായിരുന്നു. പക്ഷെ പപ്പാടെയൊക്കെ ഫാമിലി അവര് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് തന്നെ അല്ലായിരുന്നോ? അല്ലായിരുന്നു. അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അവരെല്ലാം നല്ല ഹിന്ദു ഫാമിലീസ് ആയിരുന്നു. പക്ഷെ ക്രിസ്ത്യൻ ആണെന്നുള്ള ചിന്തയിലെ വിവാഹം പറഞ്ഞിട്ടാണ് അതെ വിവാഹം കഴിച്ചത്. അങ്ങനെയായിരുന്നു. അപ്പോ പിന്നെ എൻ്റെ 3 സഹോദരങ്ങൾ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇവര് ഈ ഇതിലൂടെ എല്ലാം കടന്നു പോകുന്ന സമയം. അപ്പോ കുഞ്ഞുങ്ങള് എല്ലാം ഉണ്ടാവുമല്ലോ, കൂട്ടുകുടുംബമല്ലേ. അപ്പം അനിയന്മാര് ചേട്ടന്മാര് തമ്മിൽ അങ്ങനെ കളിക്കുന്ന സമയത്ത് എന്തോ കുഞ്ഞുങ്ങള് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി. അപ്പോ എൻ്റെ അപ്പച്ചൻ എൻ്റെ മൂത്ത സഹോദരന്റെ മുഖത്ത് ഇങ്ങനെ കാർക്കിച്ചു തുപ്പി ദേഷ്യത്തില്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴത്തേക്ക് അതെന്റെ പപ്പയ്ക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ഒരു വേർതിരിവ് മക്കളുടെ ഇടയിലും ഉണ്ടായപ്പോ, വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ മക്കളുടെ ഇടയിലും ഉണ്ടായപ്പോഴത്തേക്കും അത് പപ്പയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. അതുവരെയും സഹിച്ചു നിന്നു രണ്ടുപേരും. പക്ഷെ ആ ഒരു മൊമെന്റ് എത്തിയപ്പം അവർ തീരുമാനിച്ചു, വേണ്ട ഇനി ഇവിടെ നിൽക്കേണ്ട, നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് അന്ന് ഞാനില്ല, 3 സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ, അവരെയും കൊണ്ട് ഇറങ്ങി പോയി. അവര് ഒത്തിരി മാസങ്ങൾ വേറൊരു ഫാമിലി അവർക്ക് അന്ന് അഭയം കൊടുത്തു. അവരവിടെ താമസിച്ചു. സ്വന്തമായിട്ട് വീട് ദൈവം കൊടുത്തു. പിന്നെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ചർച്ചായി. അപ്പം ഞാൻ ജനിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ ജനിക്കുന്നത് എന്നെ ചർച്ചിലാന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ വീട്ടിലൊരു സഭാരാധനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാരെയും പോലെ ഒരു നോർമൽ ഫാമിലി ലൈഫ് തന്നെയായിരുന്നു എൻ്റെ എന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹങ്ങൾ തന്നെയായിരുന്നു എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പഠിക്കുക, ജോലി മേടിക്കുക, പിന്നെ ഒരു വിവാഹം എന്നൊക്കെയുള്ള. അങ്ങനെ എൻ്റെ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന സമയം എന്തു പറയാം, ഞാൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു പ്രപ്പോസൽ വരുന്നത്. അപ്പോ എനിക്ക് ഒത്തിരി, ഞാൻ
എന്താ പറയാ, ദൈവത്തോട് ഒത്തിരി ഞാൻ അടുത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. കാരണം ഇതുവരെയും ഇല്ലാത്തൊരു ദൈവമായിട്ടുള്ള ഒരു ഇന്റിമസി, ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഒത്തിരി മീറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കൂടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ നോർത്ത് ഇന്ത്യയുടെ പുറത്തൊരു പാഷൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ പലരോടും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോണം, കുറച്ചു നാളത്തേക്കെങ്കിലും ഒന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം, കണ്ട് മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നെല്ലാം ഞാൻ പറയാറുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് വന്ന് പറഞ്ഞ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് എനിക്ക് അങ്ങനെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു മീറ്റിംഗ് കൂടുമ്പോഴും, സ്പെഷ്യലി ഞാൻ ഓർക്കുന്നുണ്ട്, ഒത്തിരി നോർത്ത് ഇന്ത്യയിൽ പോകുന്ന പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റ് നാട്ടിൽ മീറ്റിംഗ് ഒക്കെ വെക്കാറുണ്ട്. വലിയൊരു ക്രൂസൈഡ് പോലെ മീറ്റിംഗ് ഒക്കെ വെക്കാറുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അവിടെ ലാസ്റ്റ് ഒരു ഓൾട്ടർ കോൾ എപ്പോഴും വിളിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും പുറകിൽ എവിടെയായിരുന്നാലും ഞാൻ ചെന്ന് നിൽക്കാറുണ്ട്. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ പോയി നിൽക്കാറുണ്ട്. താല്പര്യമുള്ളവര് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അവിടെ എല്ലാം ഞാൻ പോയി പ്രസന്റ് ആവാറുണ്ട്. അപ്പോ ഞാൻ ആഗ്രഹിച്ച കർത്താവ് എന്തെങ്കിലും എനിക്ക് ഒരു അവസരം തരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് പഞ്ചാബിൽ നിന്നൊരു പ്രൊപ്പോസൽ വന്നത് എന്ന് എൻ്റെ അമ്മ എന്നോട് പ്രസന്റ് ചെയ്യുന്നത്. എന്നോട് ഇങ്ങനെയാ പറഞ്ഞ്, മോളെ നിനക്ക് നല്ല ആഗ്രഹമല്ലേ, എന്തു പറയാ, നോർത്ത് ഇന്ത്യയിൽ പോകണം, മിഷണറി ആയിട്ട് പോകണമെന്നൊക്കെ, എന്നാ നീ ഒറ്റയ്ക്ക് പോകണ്ട, നിനക്കൊരു കൂട്ട് തരാം, ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്, നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ ഒന്ന് സംഭവിക്കും എന്നുള്ളത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന്റെ ഫാദർ, ഡാഡി ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുമല്ല, അതിനു മുന്നേ എൻ്റെ ബ്രദറുമായിട്ട് ഡാഡി കാണാനിടയായി. ഡാഡി നേരത്തെ ആൻഡമാൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ എൻ്റെ ബ്രദറും കുറച്ച് വേറൊരു പാസ്റ്ററും എല്ലാം ചേർന്നിട്ട് ഇവർ ആൻഡമാൻസിൽ പോയിരുന്നത് വേറൊരു ആവശ്യത്തിന് പോയതാണ്. പക്ഷെ പോയ ആളെ അവർ കണ്ടുമുട്ടാൻ ഇടയായില്ല. അത് നേരെ ചെന്നത് ഡാഡിനെ അവർ മീറ്റ് ചെയ്യാൻ ഇടയായത്. അങ്ങനെ ആ ബന്ധം വന്നത്. സോ ഡാഡിയുടെ കൂടെ ആയിരുന്നു എൻ്റെ ബ്രദറും എല്ലാം താമസിച്ചിരുന്നത്. അങ്ങനെ ജസ്റ്റ് ഒരു ഇൻവിറ്റേഷന്റെ പുറത്ത് ഞങ്ങളുടെ നാട്ടിൽ വന്നു, ചർച്ചിൽ വന്നു. അങ്ങനെയാണ് എന്നെ കാണുന്നതും ഡാഡി അങ്ങനെ പ്രൊപ്പോസലായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നത്, ഒരു മോനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് എന്നോട് അറിയിക്കുമ്പോഴും എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാം ഓക്കെ ആയിരുന്നു. ആർക്കും ഒരു എതിർപ്പും ഇല്ല. കാരണം പുള്ളി ദൈവവേലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതായിരുന്നു അവർ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്ക് എന്തു പറയാ, എനിക്ക് അതിനോട് ഒരു എതിർപ്പോ ഒരു നോയും പറയാനുള്ള ഒരു ചിന്താഗതിയുള്ള ഒരാളല്ല. കാരണം ഞാൻ ജനിച്ചു വളർന്നതും ഞാൻ ഭക്ഷിച്ച ആഹാരവും ഞാൻ ധരിച്ച വസ്ത്രവും എല്ലാം ദൈവത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. എൻ്റെ പപ്പയ്ക്ക് നേരത്തെ ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജനിക്കുമ്പോൾ പപ്പ അത് റിട്ടയർ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയം. അപ്പോൾ മൊത്തം ദൈവവേലയിൽ നിന്നുള്ളതായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം. സോ എനിക്ക് അതുകൊണ്ട് ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന കാര്യം, ഈ ലോകത്ത് വെച്ച് ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു വേല എന്ന് പറയുന്ന ദൈവവേല തന്നെയാണ്. അതിനെ കവിഞ്ഞൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറെ നോ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. അവർക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ് എന്നുള്ള രീതിക്കായിരുന്നു എല്ലാം തീരുമാനിച്ചു. അന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ മമ്മി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ എൻഗേജ്മെന്റ് സമയത്തുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ഇച്ചിരി ഫിസിക്കലി ഡൗൺ ആയിരുന്നു. കാരണം ആ മമ്മിയുടെ അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ മൂത്ത ബ്രദർ മരിച്ചുപോയി കുറച്ച് നാളായി. അപ്പോൾ അത് മരിച്ചു പോയതിനു ശേഷം മമ്മിയും ഡൗൺ ആയി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ഫിസിക്കലി ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ആരോഗ്യപരമായിട്ടെല്ലാം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും വേഗം നടത്തണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മാർച്ചിലായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നിരുന്നത്. അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ട് ഒക്ടോബറിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ മമ്മിക്ക് പെട്ടെന്ന് ഇച്ചിരി അസുഖം ഇങ്ങനെ തുടരെ കൂടി വന്നു. അപ്പോ മമ്മി തന്നെ എൻ്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ പിന്നീട് പറഞ്ഞു, മമ്മിക്ക് അറിയാം പിള്ളേരുടെ കല്യാണം കൂടാനായിട്ട് ഞാൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങള് മമ്മിക്ക് ഒത്തിരി സിവിയർ ആയിട്ടിരുന്നു. പക്ഷെ ആരും എക്സ്പെക്റ്റും ചെയ്തില്ല, എപ്പോ വേണോ സംഭവിക്കാം എന്നുള്ളതായിരുന്നു. ഹോസ്പിറ്റലൈസ് ഒന്നും അല്ലായിരുന്നു മമ്മി. ചെക്കപ്പിനെല്ലാം കൊണ്ടുപോയി വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സഡൻലി മമ്മി ജൂൺ മാസം, ഞങ്ങളുടെ എൻഗേജ്മെന്റ് മാർച്ചിലാണെങ്കിൽ ഒരു ജൂൺ മാസം മമ്മി
ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത്. അപ്പോ ഇവിടെ ആ സമയത്ത് ഡാഡി പ്രൈസ്റ്റാൻ ഇവർ രണ്ടുപേരും എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ ആദ്യം ഇങ്ങോട്ട് പഞ്ചാബിലോട്ട് കടന്നു വരുന്നത് ഞാൻ ആഗ്രഹിച്ച ഒരു എൻട്രി അല്ല എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയത്. സന്തോഷത്തോടെയും ഒത്തിരി എന്താ പറയുക, ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റിൽ കയറി വരണം എന്ന് ഞാൻ വിചാരിച്ചപ്പോ അതിന്റെ ഏറ്റവും എന്താ പറയാ, തലകീഴായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കടന്നു വരുന്നത്. ഒരു ഫിനറൽ സർവീസ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഒരു വിവാഹം കഴിച്ചു വരേണ്ട പെങ്കൊച്ച് കയറി വരുന്നത്. അതായിരുന്നു പഞ്ചാബിലോട്ട് ഞാൻ ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു സമയം എന്ന് പറയും. അപ്പോ അന്ന് എങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം എത്ര ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ആരും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്, കാരണം ഇങ്ങനെ ഒരു ടൈമിൽ വരാൻ ഇടായത് കൊണ്ട്. അപ്പോ അതിനുശേഷം ഇവിടെ വന്നു കണ്ടു. പിന്നെ ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്ത അതേ സമയത്ത് തന്നെയാണ് വിവാഹം നടന്നത്. പഞ്ചാബിൽ വെച്ച് തന്നെയായിരുന്നു നടന്നത്. അപ്പോൾ ഇവിടെ വന്നു, കല്യാണം കഴിഞ്ഞു. ഒക്ടോബർ മാസമായിരുന്നു ഞങ്ങളുടെ വിവാഹം 2018. അത് കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ കുറെ പേരൊക്കെ ബന്ധുക്കളെല്ലാം പോയി തുടങ്ങി. അടുത്ത ദിവസം രാവിലെ ആയപ്പം എൻ്റെ ഫാമിലി എല്ലാം പോയി. അങ്ങനെ എല്ലാം പെട്ടെന്ന് എല്ലാവരും പോയപ്പോഴത്തേക്കും എന്താ പറയാ, ഒരു ഫാമിലിയിൽ ഞാന് എൻ്റെ ഹസ്ബൻഡ്, ഡാഡി, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇച്ചിരി വലിയൊരു ഫാമിലിയിൽ നിന്ന് ചെറിയൊരു ഫാമിലിയിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പം എനിക്ക് വീട്ടിൽ വേറെ ആരുമില്ല. അങ്ങനെ കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, എൻ്റെ 3 സഹോദരങ്ങളുണ്ട്. അവരെല്ലാം വിവാഹം കഴിഞ്ഞു. എല്ലാരും മാരീഡ് ആണ്. എല്ലാവർക്കും 2 പിള്ളേരുണ്ട്. അപ്പോ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. അപ്പൊ ഇത്രയും കൂട്ടുകുടുംബമായിട്ടിരുന്ന ഞങ്ങള് അതിൽ നിന്ന് എന്നെ മാത്രം ഇങ്ങനെ പറിച്ചു മാറ്റിക്കൊണ്ട് വെച്ചപ്പോ അതും അറിഞ്ഞൂടാത്തൊരു സ്ഥലം, എനിക്ക് നേരെവണ്ണം ഹിന്ദി പോലും അറിയത്തില്ല. ഇപ്പൊ പഞ്ചാബിൽ വേറെ വന്നു. എന്താ പറയാ, ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ സൗത്തിന്റെ ഏറ്റവും അങ്ങേയറ്റമായ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഏറ്റവും നോർത്ത് ഇന്ത്യയുടെ ഇങ്ങറ്റത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് എനിക്കൊന്ന് എന്താ പറയാ, ഒന്ന് അതിലേക്കൊന്ന് എഴുകി ചേരാൻ തന്നെ എനിക്ക് സമയമെടുത്തു. കാരണം അറിയാവുന്ന ഒരു ഭാഷയല്ല, ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ വ്യത്യാസമാണ്. അപ്പം നമുക്കൊരു നല്ലൊരു കൂട്ടില്ല ഒന്ന് സംസാരിക്കാനോ പറയാനോ ഒന്നും. ഇവര് മിനിസ്ട്രി, ഇവര് ചർച്ച് മീറ്റിംഗ് ആയിട്ട് പോകുമ്പോഴത്തേക്കും വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടെല്ലാം തുടക്ക സമയത്തുണ്ടായിരുന്നു. അപ്പം ചർച്ച് എങ്ങനെയാ ഒറ്റയ്ക്ക് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മൾ കൂടെ നിന്ന്. ഇപ്പം നേരത്തെ ഒരു പാസ്റ്റർ മകളായിരുന്നു, ഇന്നൊരു പാസ്റ്റർ വൈഫാണ്. അപ്പൊ നമുക്ക് ഒത്തിരി ഹാൻഡിൽ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇടപെടാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണേന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അപ്പോഴെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ അമ്മ ഇങ്ങനെ വാക്കുകൾ കൊണ്ട്, അവരുടെ ജീവിതാനുഭവം കൊണ്ട് എല്ലാം പറയും, മോളെ എല്ലാം പ്രിപ്പയർ ആയിട്ടിരിക്കണം, എല്ലാം നീ അഡ്ജസ്റ്റ് ആയിട്ട് പോകണം, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ നമ്മൾ ചെയ്യേണ്ടി വരും, അതെല്ലാം മനസ്സിലാക്കി ചെയ്യണം. അങ്ങനെയെല്ലാം അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരാശ്വാസമായിരുന്നു. കാരണം ഇവിടെ മമ്മി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ അമ്മയുടെ വാക്കുകളെല്ലാം എനിക്ക് ആവശ്യമായിരുന്നു. കാരണം ഒരു വീട്ടിലൊരു ലേഡി ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ശൂന്യതയാണ്. അപ്പോ ഇപ്പൊ ആ പ്ലേസിൽ എന്നെ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കും എങ്ങനെയാണ് മൊത്തം കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ പഠിച്ചു വന്നു. അതിനുശേഷം 2018 കല്യാണം കഴിഞ്ഞു ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എന്താ പറയാ, ഞങ്ങളുടെ ഫാമിലി എന്താ പറയാ കുറച്ചും കൂടി വലുതാവാൻ പോകുന്നു എന്നുള്ളൊരു ഗുഡ് ന്യൂസ് ഞങ്ങൾ അറിഞ്ഞു. അപ്പോ എൻ്റെ കുഞ്ഞിന് എന്താ പറയാ, ഒരു ആൺകുഞ്ഞായിരിക്കും എന്നുള്ളത് നേരത്തെ കൂട്ടി അറിയാവുന്നുള്ള പോലെയായിരുന്നു. ഞങ്ങള് പേര് പോലും ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചത് ഒരേ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളത്. എൻ്റെ മോന്റെ പേര് സെബദിയ പ്രൈസ്. ആ ഒരു പേര് മാത്രമേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. ഒരു പെൺകൊച്ചിന്റെ ഒരു പേര് പോലും ഞങ്ങൾ വെറുതെ പോലും നോക്കിയിട്ടില്ല. എന്തോ ഒരു ഉറപ്പായിരുന്നു ഇത് ആൺകുട്ടി ആയിരിക്കാം. സോ അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ്. അതാണ് ആ പേരിന്റെ അർത്ഥം. സെബദിയ എന്ന് പറഞ്ഞ ഗിഫ്റ്റ് ഓഫ് യഹോവ. അതാ ഞങ്ങൾ ഇട്ട പേര്. അവന് 2019 ദൈവം ഞങ്ങൾക്ക് തന്നു. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. അതിന്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ, ഞാൻ പ്രഗ്നന്റ് ആയി പകുതി സെമിസ്റ്റർ ഫുള്ളും ഞാൻ പഞ്ചാബിൽ തന്നെയായിരുന്നു. ഒറ്റയ്ക്ക്, വേറെ ആരും ഒരു സപ്പോർട്ടീവ് ഇല്ലാതെ അതെല്ലാം മാനേജ് ചെയ്ത് അതെല്ലാം പോയി. അത് കഴിഞ്ഞ് നാട്ടില് ഡെലിവറി സംബന്ധമായിട്ട് നാട്ടിൽ ഞാൻ കടന്നുപോയ സമയത്ത്
ആഹ് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് നമുക്ക് ഏറ്റവും എന്താ പറയാ രാജകീയമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും പ്രഗ്നൻസി. നമ്മളെല്ലാരും കെയർ ചെയ്യും, നമുക്കെല്ലാരും അവിടെ ഇരുന്നാൽ മതി. പക്ഷെ അവിടെയും എന്റെ ലൈഫിൽ മറ്റൊന്നായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. ഞാൻ നാട്ടിൽ പോയിരുന്ന സമയം അമ്മയ്ക്ക് ഓൾറെഡി അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു ഒത്തിരി വർഷങ്ങളായിട്ട്. അതും ദൈവത്തിന്റെ ഒരു മിറാക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഡോക്ടർമാര് പേസ് മേക്കർ വെക്കാൻ പറഞ്ഞ് ഒരു 10 വർഷമായിട്ടും അമ്മ പേസ് മേക്കർ ഇല്ലാണ്ട് അമ്മയുടെ ലൈഫ് ദൈവം കൊണ്ടുപോയി. ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒന്നും സംഭവിക്കാതെ ഒരു സർജറിയും ചെയ്യാണ്ട് അതുവരെയും കണ്ടിന്യൂ ആയിട്ട് പോവുമായിരുന്നു. പക്ഷെ ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് അമ്മയ്ക്ക് ഇച്ചിരി കൂടുതലായിട്ട് പ്രായത്തിന്റെയും ഒക്കെ സമയം എന്താ പറയാ ഏജ്ഡ് ആവും തോറും കൂടുതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം അമ്മയ്ക്ക് പെട്ടെന്ന് ഞങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അമ്മയും പപ്പയും എല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ പെട്ടെന്ന് ഇങ്ങനെ വല്ലാണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്ന ഇങ്ങനെ കണ്ണിൽ തന്നെ ഇങ്ങനെ കാണാമായിരുന്നു. അപ്പം ഒന്ന് പറയുന്നതിന് മുന്നേ അമ്മ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികളെല്ലാം വിളിച്ചു. അവര് വന്നു, വണ്ടിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ എന്ന് പറയുന്നത്. കാരണം ഒത്തിരി സന്തോഷം ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഞാൻ കർത്താവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ അവൻ ഇവിടെ ഒരു അമ്മച്ചി ഇല്ല, സോ ആകെ ഉള്ളത് എൻ്റെ അമ്മയാണ്, അപ്പൊ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ എൻ്റെ അമ്മ വേണം എന്നുള്ളൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ ഹോസ്പിറ്റലിൽ ഒരാഴ്ച വരെ അമ്മ അങ്ങനെ കിടന്നു. എന്നും ഞാൻ വിസിറ്റ് ചെയ്യാൻ പാടില്ല പ്രഗ്നന്റ് ലേഡീസ്, പക്ഷെ ഐസിയുവിന്റെ അകത്ത് ഡോക്ടർമാര് വഴക്ക് പറഞ്ഞിട്ട് പോലും ഞാൻ എന്നും എൻ്റെ അമ്മേനെ കാണാൻ വിസിറ്റ് ടൈമിൽ കയറി കാണാൻ പോവും, പ്രാർത്ഥിക്കും. കാണുന്ന സമയത്തെല്ലാം പ്രാർത്ഥിക്കും, തിരിച്ചു മടങ്ങി വരും. ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അമ്മ റിക്കവർ ആയിട്ട് തിരിച്ചു വന്നു. എൻ്റെ കുഞ്ഞിനെ എടുക്കാനും എല്ലാം സാധിച്ചു. ഞങ്ങള് കുറച്ചു നാള് മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഡെലിവറി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ഞങ്ങള് പഞ്ചാബിലേക്ക് മടങ്ങി വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും വീണ്ടും എല്ലാം ബാക്ക് നമ്മുടെ പഴയ ലൈഫ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. എല്ലാം എന്താ പറയാ, എന്നെ കല്യാണം കഴിക്കുന്ന പ്രപ്പോസൽ കൊണ്ടുവന്ന സമയത്ത് അല്ലെങ്കിൽ എന്നെ കാണാൻ വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ പോക്കറ്റിൽ ഇന്ന് എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ സിമിനെ ഞാൻ നല്ലോണം നോക്കും. നാളെ എൻ്റെ പോക്കറ്റിൽ കാശില്ലേലും ഞാൻ സിമിനെ നോക്കും. കാരണം ഇത് എൻ്റെ ഉറപ്പല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഉറപ്പാ. ആ ദൈവം നമ്മളെ കരുതും, ആ ദൈവം നമ്മളെ പരിപാലിക്കും. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് സിമിയോട് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ടൂ മച്ച് ആയിട്ട് എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ എന്ത് പറയാ എപ്പോഴും നല്ല ലാവിഷായിട്ട് ജീവിക്കാം അങ്ങനെയൊന്നുള്ള തിങ്കിങ്ങിലൊന്നും അല്ല വന്നത്. കാരണം വന്നത് ഒരു മിഷണറി കുടുംബത്തിലേക്കാണെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. അവിടെ എല്ലാം ദൈവം ഓരോ സമയത്തും ഞങ്ങളെ അത്ഭുതമായിട്ടാണ് ഞങ്ങളെ വഴി നടത്തി. ഞങ്ങളെ ഒത്തിരി ഇപ്പം ഡാഡി ഇതിനു മുന്നേ ഇതിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഡാഡിയുടെ സാക്ഷ്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്രയും ഒന്നും കഷ്ടപ്പാടും പ്രയാസങ്ങളൊന്നും അനുഭവിക്കാനൊന്നും ഞങ്ങൾക്കിടയായിട്ടില്ല. പക്ഷെ എന്നാലും കുഞ്ഞു ഞങ്ങൾ മാത്രം അറിയുന്ന ഒരു കുഞ്ഞു കാര്യങ്ങള്, കുഞ്ഞു വിഷമങ്ങള്, ഇതെല്ലാം ഞങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം ഒരിക്കലും പിറുപിറുക്കാനോ ഒരിക്കലും ദൈവത്തോട് എന്തിനാ ദൈവമേ എന്നൊക്കെ ഒന്ന് ചോദിക്കാനുള്ളൊരു ആ ഒരു അവസ്ഥയിലൊന്നും ദൈവം കൊണ്ടെത്തിച്ചിട്ടില്ല. അവിടെയെല്ലാം നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കാന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാ ഫാമിലി ലൈഫിലും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കുഞ്ഞ് ജനിച്ചു. എന്താ പറയാ, ഏറ്റവും നല്ല മൊമെന്റ്സ് കുഞ്ഞുമായിട്ട് ചെലവഴിക്കുക, ഒരാളനക്കമൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായി എന്ന് തന്നെ പ്രേസിച്ചാൻ തന്നെ പറയുമായിരുന്നു. കാരണം എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം മമ്മി മരിച്ചു, മമ്മിക്ക് മുമ്പേ പ്രേസിന്റെ ബ്രദർ മരിച്ചു, അതിനുശേഷം ഈ ഫാമിലി ഒന്ന് ഹാപ്പി ആയത് കുഞ്ഞ് വന്നതിന് ശേഷമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ വേറെ അത്രയും എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ജനിച്ച ഒരു 1.5 വയസ്സ് വരെ ഞാൻ നാട്ടിൽ തിരിച്ചു മടങ്ങി പോയിട്ടില്ല. അപ്പൊ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഒന്നും ആരും കണ്ടിട്ടില്ല, കൂടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്ക് വീണ്ടും വയ്യാണ്ടായി. അമ്മയ്ക്ക് വീണ്ടും അറ്റാക്ക് പോലെ വന്നു. പക്ഷെ ഇതെന്റെ വീട്ടിലെ ആരും എന്നോട് അറിയിച്ചില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പിന്നെ എല്ലാം അമ്മ ഒന്ന് റിക്കവറായി വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പ്രേസിച്ചാനാണ് നിർബന്ധിച്ച് പറഞ്ഞത് നാട്ടിലോട്ട് പോണം, അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ.
അങ്ങനെ ഞാൻ തിരിച്ചു വീണ്ടും ആ, നാട്ടിലേക്ക് വന്നു. ഞാനും കുഞ്ഞു മാത്രമായിട്ട്, അവൻ 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേശാന് എന്റെ കോള് എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വയ്യ, ടൈഫോയിഡ് ഒക്കെയാണ്, അങ്ങനെ വയ്യാണ്ടിരിക്കുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നുണ്ട്, എന്നാ നാട്ടിലോട്ട് പോരും, നമുക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ല, കുഴപ്പമില്ല. അപ്പം ആ സമയത്ത് പ്രേശാന് വന്നിട്ട് ഇവിടുത്തെ പഞ്ചാബിന്റെ മൈനോറിറ്റി കമ്മീഷന്റെ മെമ്പറായിട്ട് എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിന്റെ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു പുള്ളി. അപ്പോ അതിന്റെ ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും, ഞാൻ അങ്ങോട്ട് എളുപ്പം വരാം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, വേണ്ട, എപ്പോഴും പോയി വരാൻ പറ്റുന്ന ദൂരം അല്ല, അപ്പോ അവിടെ ഇപ്പൊ ഇരിക്കുന്ന സമയം അവിടെ സ്പെൻഡ് ചെയ്യ്, പതുക്കെ വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞു. തിരിച്ചൊരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു. വന്ന സമയത്ത് പുള്ളി ഇച്ചിരി വീക്ക്നെസ് ഉണ്ടായിരുന്നു, വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്കെന്തോ മനസ്സിനൊരു ഒരു ഒരു വലിയൊരു സന്തോഷം എനിക്കില്ല. എന്തോ ഒരു മനസ്സിങ്ങനെ വല്ലാണ്ട് അസ്വസ്ഥമായിട്ടുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. എന്തോ എനിക്ക് ഞാൻ ഇട്ടേച്ച് പോയൊരു വീട് പോലെ എനിക്ക് തോന്നിയില്ല. എന്തോ എന്തോ ഒരു സംതിങ്, ഒരു മനസ്സങ്ങ് വല്ലാണ്ട് ഒരു അസ്വസ്ഥത. അപ്പൊ ഞാനൊന്നും പ്രേശാനോട് ഇങ്ങനെ ടെൻഷനായിട്ട് ഞാൻ പറയും, നമുക്ക് വേറെ എവിടെയെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് കാണിക്കാം. അപ്പം പുള്ളി എന്നോട് തമാശയായിട്ട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ആലോചിക്കുക, നിനക്കെന്താ പേടിയാണോ, ഞാൻ ഇപ്പോഴൊന്നും ചത്തൊന്നും പോകത്തില്ല, നീ എന്തിനാ പേടിക്കുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചത്തൊന്നും പോകത്തില്ല, അതൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത്, പക്ഷെ പ്രേസന്റ് ആരോഗ്യത്തോടെ ഇരിക്കണം, കാരണം അടുത്ത മാസം കുഞ്ഞിന്റെ ബർത്ത്ഡേ വരുവാണ്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരുവാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുമായിരുന്നു. ഇപ്പൊ പുള്ളി അതെല്ലാം തമാശയായിട്ടാണ് എടുത്തത്. ഇപ്പോ മെഡിസിൻ എല്ലാം കഴിക്കുന്നുണ്ട്. മെഡിസിൻ കഴിയുമ്പോഴത്തേക്കും വീണ്ടും പനിയെല്ലാം കൂടും, പിന്നെയും മെഡിസിൻ എടുക്കും, പിന്നെയും പനി കൂടും. അങ്ങനെയായിരുന്നു ആ ഒരു ഗ്രാഫ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് എടുത്ത ബ്ലഡ് റിപ്പോർട്ടിലെല്ലാം തന്നെ ഒത്തിരി റിപ്പോർട്ട് നോർമലിന് മേലെയായിരുന്നു. അപ്പൊ അതെല്ലാം കൂടി കണ്ടപ്പോ ഇച്ചിരി വറീഡായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഞാനിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വല്ലാത്തൊരു എന്താ പറയാ, ഒരു കൊഫിൻ ബോക്സ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വിഷൻ പോലെ ഞാനിങ്ങനെ കണ്ടു. പക്ഷെ അങ്ങനെ കണ്ടെങ്കിൽ പോലും നമ്മൾ ആരും നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്ന് സംഭവിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് ഞാനതെല്ലാം, കർത്താവെ അങ്ങനെയൊന്നും ആവല്ലേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന ഒരു രാത്രിയിൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇത് കൂടി, വെപ്രാളവും ഭയങ്കരമായിട്ട് ചിൽനെസ് എല്ലാം വന്നു, ശരീരം എല്ലാം വരയ്ക്കുന്ന ഒരവസ്ഥ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും കൊണ്ടുവന്നപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര സൈലന്റ് ആയി. ആകെ പോയ ആളെ അല്ല മടങ്ങി വന്നത്, മൊത്തം എന്താ പറയാ, എന്തൊക്കെയൊക്കെ പുള്ളി മറന്നുപോയി. അപ്പോ ഞാൻ അടുത്തിരിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം കരഞ്ഞോണ്ടാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എനിക്കെന്തോ മനസ്സിനൊരു പേടി, മനസ്സിനൊരു ടെൻഷൻ. കാരണം എന്താണ്, അപ്പൊ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ആരും എന്റെ ചുറ്റിലില്ല. ഇവിടെയുള്ള ചർച്ചിലുള്ള 1-2 പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവരുണ്ടായിരുന്നു, അത്ര തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പതുക്കെ പതിയെ കോൺവെർസേഷൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പുള്ളി എന്നെ തന്നെ അങ്ങ് മറന്നുപോയി. കല്യാണം കഴിഞ്ഞ കാര്യം പോലും പുള്ളി മറന്നുപോയി. വിവാഹമായിട്ടില്ല എന്നുള്ളൊരു ഒരു ടൈം പീരീഡിലേക്കാണ് പുള്ളി പോയത്. അപ്പൊ അത് പുള്ളി പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോ എനിക്ക് ഡാഡി തന്നെയാന്ന് തോന്നുന്നു, അപ്പൊ എന്നോട് പറഞ്ഞു, മോള് എന്നാ ഇവിടുന്ന് മാറി റൂമിലോട്ട് പൊയ്ക്കോ, ഇച്ചിരി കഴിയുമ്പം പ്രൈസ് ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ വീണ്ടും എനിക്ക് റൂമിൽ വന്നിട്ട് എനിക്ക് എന്തോ മനസ്സിനൊരു അസ്വസ്ഥത. ഞാൻ വീണ്ടും പ്രൈസാന്റെ അടുത്തേക്ക് പോയപ്പോ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ബഹളങ്ങൾ പോലെ കേട്ടു, കണ്ടു. പുള്ളി നിലത്ത് വീണു. അപ്പോ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇവിടുന്ന് പ്രേശാനെ വീണ്ടും അവർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോ പ്രേശൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ എന്തു പറയും, ലോകത്തു നിന്നും പുള്ളി മാറ്റപ്പെട്ടു പോയി. പക്ഷെ ആ ഒരു മൊമെന്റിൽ എനിക്കത്, എന്റെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ കണ്ടെങ്കിലും അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട്, ഇല്ല, പുള്ളി പോയിട്ട് തിരിച്ചു വരൂ എന്നുള്ളൊരു മാനസിക അവസ്ഥയിലായിരുന്നു ഞാൻ ഇരുന്നത്. വരും, ഒരു കുഴപ്പമില്ല.
അന്ന് ഞാനും എൻ്റെ കുഞ്ഞും മാത്രം ഈ വീട്ടില്, ആരും ഇല്ലാണ്ട് ആ ഒരു ദിവസം രാത്രി മൊത്തവും ഞങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും വീട്ടിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കടന്നു വരുന്നു. എല്ലാരും ഇങ്ങനെ പറയുന്നു, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, കുഴപ്പമൊന്നുമില്ല. ആരും ഒന്നും വിട്ട് പറയുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ പ്രേസ്റ്റാന് ഇവിടുന്ന് പോയപ്പോഴേ പുള്ളിയുടെ എന്തു പറയാ, ഈ ശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ അത് ഞാന് അത് ഉൾക്കൊണ്ടില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും, അതും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്റെ ഫാമിലി എന്റെ അടുത്തില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരിതെല്ലാം മറച്ചു വെക്കായിരുന്നു. എന്റെ ബ്രദർ വരട്ടെ, വന്നിട്ട് പറയാം എന്നുള്ള രീതിക്ക് ആ ഒരു ദിവസം മൊത്തം ഞാന് പോസിറ്റീവായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരെന്നെ ആരും വീട്ടിൽ നിന്ന് എന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല, എന്നെ ഫോൺ എടുത്ത് നോക്കാൻ കാരണം ഫോണിൽ മൊത്തം ഫേസ്ബുക്ക് തുറന്ന മൊത്തം പോസ്റ്റ് ആയിരുന്നു പ്രേസിഡന്റ്. അതൊന്നും കാണാൻ ഇടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഫോണ് മാറ്റി വെച്ചു. പിന്നെ എന്റെ ബ്രദർ ഇവിടെ ഒരു ഉച്ച സമയം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാ എന്നോട് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചു, പ്രൈസ് ഇനിയില്ല, പോയി എന്നുള്ളത്. അപ്പം എന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. കാരണം എന്റെ കൂടെ അത്രയും സമയം ഉണ്ടായിരുന്ന ഒരാള് അടുത്തൊരു മൊമെന്റിൽ ഇല്ല എന്ന് കേൾക്കുമ്പോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തന്നെ തോന്നിപ്പോയി, എന്റെ എല്ലാം എന്താ പറയാ, എന്റെ മെന്റലി ഞാൻ മൊത്തം ഡൗൺ ആയെന്ന് എനിക്ക് തോന്നിപ്പോയി. മാനസികമായിട്ട് എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സംഭവത്തിലേക്ക് ഞാൻ ആയിപ്പോയി എന്ന് എന്റെ ബ്രദറിന് മനസ്സിലായി. കാരണം ഞാനത് മനസ്സുകൊണ്ട് ഇവര് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു, പ്രേസ്യ മരിച്ചു എന്നുള്ളത്. ഞാൻ ഇല്ല ഇല്ല എന്ന് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്റെ ബ്രദർ തന്നെ പറഞ്ഞു, ഇല്ല, ഒന്ന് കൊണ്ടുപോയി കാണിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ കാണിച്ചു മോർച്ചറിയിൽ. അപ്പോഴത്തേക്കുമാണ് ഞാൻ എന്തു പറയാ, അത് ഉൾക്കൊണ്ടത് എന്റെ മനസ്സുകൊണ്ട്. അപ്പോ അന്ന് ഞാൻ കരഞ്ഞു. അന്ന് ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ നീ എന്തിനാ ഇത് ചെയ്തേന്നുള്ളത്. കാരണം ഞങ്ങള് ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എവിടെയും എത്തിയിട്ടില്ല. ഒരു കുഞ്ഞായി, അവൻ 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇനി ലൈഫ് എങ്ങോട്ടാ, എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, എല്ലാ ഹാപ്പിനെസ്സും ഒരു ദിവസം കൊണ്ട് തീർന്നു പോയി എന്നുള്ളൊരു ഫീലിംഗ്, ഒരു പിടിയില്ല എന്താന്നുള്ളത്. അപ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ സ്നേഹിച്ച് തീർന്നിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞ്, മോളെ, ഒരുപക്ഷെ നീ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം നമ്മുടെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും പ്രൈസിനെ വിളിച്ചത്. അപ്പൊ നീ അത്രമാത്രം ഓർത്താ മതി, വേറൊന്നും നീ ചിന്തിക്കണ്ട. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, അതായിരിക്കാം, ചിലപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന കുറവായിരിക്കാം, എന്നെക്കാട്ടിലും കൂടുതൽ കർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം ദൈവം നേരത്തെ വിളിച്ചത്. പുള്ളിയുടെ ഇവിടത്തുള്ള ടൈം പീരീഡും അത്രേ ഉണ്ടായിരുന്നുള്ളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. അന്നത്തെ ഫിനറൽ സർവീസ് എല്ലാം അറ്റൻഡ് ചെയ്തു. സങ്കടമുണ്ടായി എങ്കിൽ പോലും ബലത്തോടെ നിന്ന് സംസാരിക്കാനും ഓരോ ഓർമ്മകൾ പങ്കുവെക്കാനും എല്ലാം ദൈവം ബലം തന്നു. ഒരുപാട് പേര് മരണത്തിന് ശേഷം എന്നെ ആശ്വസിപ്പിക്കാനും എല്ലാം കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആരുടെയും വാക്കുകളൊന്നും എനിക്ക് ഒരാശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറെ പേര് ആശ്വസിപ്പിക്കാൻ വന്നവരുണ്ട്, കുറെ പേര് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാതെ കണ്ടിട്ടും കാണാതെ പോലെ തിരിഞ്ഞു നടന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതെല്ലാം ഒരുപാട് വിഷമം വന്ന ഒരു സമയമായിരുന്നു. കാരണം അവർക്ക് പറയാൻ വാക്കുകളില്ല, എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവർക്കറിയാത്തതുകൊണ്ട് അവര് മുഖം തിരിച്ചു പോയ ആൾക്കാരാ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അവരൊന്ന് വന്ന് മിണ്ടാണ്ടിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ അവരെന്താ ചോദിക്കാത്ത, അല്ലെങ്കിൽ അവരെന്താ ഒന്നും പറയാത്തെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവർക്ക് അറിയത്തില്ല. അപ്പൊ എനിക്കിപ്പോ മനസ്സിലാവും, ഒരാള് വേദനയിൽ ഇരിക്കുമ്പോഴാണ് അവരോട് നമ്മൾ ഏറ്റവും അടുത്ത് ഇടപെടേണ്ടത്. ഒരാള് വേദനയിൽ ഇരിക്കുമ്പോഴാ അവരെ കൂടെ നമ്മൾ ഇരിക്കേണ്ടത്, അല്ലാതെ സന്തോഷം വരുമ്പോൾ മാത്രം അവരെ കൂടെ ചേർന്നിരുന്നിട്ട് സങ്കടം വരുമ്പോൾ മാറി നിൽക്കാനല്ല. ആ ഒരു മൊമെന്റിലും അവരെ കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ നമുക്ക് ആശ്വസിപ്പിക്കാം. നമ്മുടെ ആശ്വാസം അവർക്കൊന്നും ആവത്തില്ലായിരിക്കും, പക്ഷെ വെറുതെ നമ്മുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു ഇതായിരിക്കാം. പക്ഷെ അതിനെക്കാട്ടിലും എന്നെ ആശ്വസിപ്പിച്ചത് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, എല്ലായിടത്തും ഞാൻ എൻ്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്താലും ആ ഒരു വാക്യമാണ് എന്നെ ഇന്ന് വരെയും പിടിച്ചു നിർത്തിയത്.
നമുക്ക് എല്ലാവർക്കും അറിയുന്ന 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തെളിയും. ഈ ഒരു ഒറ്റ വാക്യമാണ്, ഈ ഒരു വചനമാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എനിക്ക് തന്നത്. അതിൽ ഞാൻ മുറുകി പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ പറയാ, ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി പ്രയാസങ്ങളിലൂടെ പൗലോസ് കടന്നു പോയപ്പോഴും ഈ ഒരു വാക്യ ദൈവം കൈമാറിയത്. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിൽ നടന്ന ഓരോ ഇൻസിഡന്റും ഞാൻ ഒത്തിരി വലിയ സംഭവമായിട്ട് ഞാൻ അങ്ങനെ കാണിക്കാറില്ല. കാരണം ഇപ്പം ജീവൻ ഇപ്പൊ എന്റെ കൂടെ ഇല്ല. എനിക്ക് ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ നഷ്ടങ്ങൾ വരുന്നത് പലതരത്തിലായിരിക്കും. ചിലരുടെ ജീവിതം ഏറ്റവും വിഷമത്തിലും വേദനയിലും കൂടെ കടന്നു വന്ന അവരുടെ ഫിനാൻഷ്യലി അവർക്കുണ്ടായ നഷ്ടങ്ങളായിരിക്കും. ചിലർക്ക് മരണങ്ങൾ മൂലം വന്നിട്ടുള്ള നഷ്ടങ്ങളായിരിക്കും. പക്ഷെ അതിനെക്കാട്ടി വലിയ നഷ്ടങ്ങളായിരിക്കും ജീവനോടെ ഇരിക്കുമ്പോ തന്നെ അവര് പിരിഞ്ഞു നിൽക്കുന്ന, വേർപെട്ടിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. അതും അതിനെക്കാട്ടി വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പലരിലും പല അനുഭവമാണ്. അപ്പൊ എന്റെ ലൈഫിൽ ഉണ്ടായ കാര്യം ഏറ്റവും റിലേറ്റഡ് ആവാൻ പറ്റുന്ന എന്റെ അതേ പോയിന്റിൽ കൂടി പോയിട്ടുള്ള വ്യക്തികളിലായിരിക്കും. ഇതിപ്പം അതിൽ കൂടി പോവാത്ത ഒരാൾക്ക് ഇത് ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ കേട്ട് പോവാം, അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടായെന്ന് മറ്റൊരാളോട് ഷെയർ ചെയ്യാം, അതത്രേ ഉള്ളൂ. പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് വരുമ്പോ ആ വേദന എത്രമാത്രമാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോ ഇതിനു ശേഷം ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എന്റെ പപ്പയും അമ്മയും എന്നെ നാട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. നാട്ടിലോട്ട് വരാൻ പറഞ്ഞു. നീ ഒറ്റയ്ക്കല്ലേ, കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്കല്ലേ, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ നിന്നെ കൂടെ ഇരിക്കാൻ. അപ്പോ അങ്ങനെ ഞാൻ തിരിച്ചു നാട്ടിലോട്ട് പോയി. നാട്ടിലായിരുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അമ്മ ഒരിക്കൽ പോലും എന്റെ അമ്മ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മ ഭയങ്കര സെൻസിറ്റീവ് പേഴ്സണാ. മറ്റൊരാളുടെ വേദന കേട്ടാൽ അമ്മ പെട്ടെന്ന് കരയും, അമ്മയുടെ സങ്കടം വരുമ്പോഴും അമ്മ പെട്ടെന്ന് കരയും. പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പോ എന്റെ മുമ്പിൽ അമ്മ കരഞ്ഞ് ഞാൻ കണ്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു പക്ഷെ എന്റെ സഹോദരന്മാര് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവളെ വിഷമിപ്പിക്കരുത്, അവളുടെ മുമ്പിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം, അതുകൊണ്ട് അമ്മ കരയരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു റൂള് കൊടുത്തിരുത്തിയിട്ടുള്ളതുകൊണ്ടായിരിക്കും എന്റെ അമ്മ കരയാതിരുന്നത്. പക്ഷെ അമ്മ ഒത്തിരി ആരോഗ്യത്തിൽ ഒത്തിരി ഡൗൺ ആവുന്നുണ്ടായിരുന്നു മാനസികമായിട്ട്. ഈ ഒരു ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്തല്ലേ ഇത് സംഭവിച്ചത്. അപ്പോ 2 മാസം കഴിഞ്ഞ് പ്രൈസ മരിച്ചു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ രാവിലെ അമ്മ പതിവിലും എന്താ പറയാ താമസിച്ചു എണീക്കാനായിട്ട്. അപ്പം എന്താ അമ്മ ഇത്ര നേരമായിട്ടും എഴുന്നേക്കാത്ത എന്നുള്ള ഒരു രീതിക്ക് ഇങ്ങനെ പോയി നോക്കാമെന്ന് പറഞ്ഞ് റൂമിൽ പോയി നോക്കുമ്പോഴാണ് അമ്മ മുഖമെല്ലാം അമ്മയുടെ മാറിയിട്ടുണ്ട്, ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് മനസ്സിലായി സ്ട്രോക്ക് വന്നതാണ്. അപ്പൊ രാത്രി സംഭവിച്ചത് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഡോക്ടർ പറഞ്ഞു ഒത്തിരി ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്, അപ്പം ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി, ഇപ്പൊ നമുക്കൊരു ചാൻസും ഇല്ല, നോക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കയറ്റി അമ്മേനെ ഒരു ICUലാക്കി. ഒരാഴ്ചയായിട്ട് അമ്മ ഹോസ്പിറ്റലിൽ ICU തന്നെ ഉണ്ടായിരുന്നു. ശരീരം മൊത്തം സ്വെല്ലിംഗ് ആയി. അമ്മയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് ശ്വാസം മാത്രം എടുക്കാൻ ഇങ്ങനെ ട്യൂബ് ഇട്ടിട്ടുണ്ട്, ട്യൂബ് വഴിയാ ഫുഡ് കൊടുക്കുന്ന, കണ്ണു പോലും തുറന്നിട്ടില്ല, എല്ലാം നീരടിച്ചിരിക്കുക, കണ്ണും ശരീരവും മൊത്തം. അപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞു അമ്മ മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല, എപ്പോ വേണോ എന്ത് സംഭവിക്കാം. അപ്പൊ എല്ലാരും ഇത് കേട്ടിട്ട് ഏറ്റവും അവർക്ക് സങ്കടമായത്, ഇനി അടുത്ത സിമിയോട് ഇത് എങ്ങനെയാ പറയുന്നത്, ഓൾറെഡി അവളൊരു വിഷമത്തിലായിരിക്കുന്നത്, ഇനി എങ്ങനെ ഒരു വിഷമം പറയുന്നേന്നുള്ള രീതിക്ക് എന്നോട് വന്ന് എന്റെ ബ്രദർ എന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു, എന്ത് വേണം അമ്മയ്ക്ക് സംഭവിക്കാം, മോളെ നീ അടുത്ത് പ്രിപ്പയർ ആയിക്കോ എന്ന് പറഞ്ഞു. എനിക്കത് കേൾക്കാനേ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ വീണ്ടും ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് കരഞ്ഞു, കർത്താവെ എനിക്ക് അടുത്തൊരു വേദന എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു വേദന ഞാൻ സഹിക്കുന്നുണ്ട്, ഇനി ഇതിന്റെ കൂട്ടത്തില് ഉടനെ തന്നെ ഒരു വേദന, ഒരു നഷ്ടം എന്റെ ലൈഫിൽ എനിക്കത് പറ്റത്തില്ല. ദൈവം എന്റെ അമ്മേനെ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം ഇഷ്ടം അതല്ലായിരുന്നു, പക്ഷെ ഞാൻ പിടിച്ചു വാങ്ങിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പെട്ടെന്ന് കണ്ണു തുറന്നു.
അമ്മ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഡോക്ടേഴ്സിനെല്ലാം ഭയങ്കര അതിശയമായിരുന്നു, ഇത് ഒട്ടും ചാൻസ് ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു, എങ്ങനെ നടന്നു. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും അതൊരു പ്രാർത്ഥനയുടെ ഒരു മറുപടി തന്നെയാണ്. പക്ഷെ ഞാൻ പറയാം, ചില പ്രാർത്ഥനകൾ നമ്മൾ വാശി പിടിച്ച് മേടിക്കുമ്പോഴത്തേക്കും അത് ദൈവത്തിന്റെ എന്ത് പറയാ ഹിതത്തിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ അതിൽ നമ്മൾ ഒരുപാട് സഹിക്കേണ്ടിയും വരും. അതുപോലെ തന്നെയായിരുന്നു അമ്മേനെ ഞങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും ലൈക്ക് ഫുൾ ബെഡ് റിഡൻ ആയിരുന്നു അമ്മ. മൊത്തം ഞാനാ ടേക്ക് കെയർ ചെയ്ത അമ്മേനെ. എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും ലേറ്റ് ആയിട്ട് ഇവർക്ക് എന്തിനാ ഞാൻ ഉണ്ടായത്, ഇത്രയും ലേറ്റ് ആയിട്ട് ഒരു കുഞ്ഞിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് എന്താണ് ഇവർക്കുള്ള നീഡ്. പക്ഷെ എന്റെ അമ്മേനെ ടേക്ക് കെയർ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇതാ ദൈവം ഉദ്ദേശിച്ചിരുന്ന അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ നോക്കാൻ. അത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് എനിക്കും എന്റെ തലമുറയ്ക്കും അതൊരു അനുഗ്രഹം തന്നെ ആയിരിക്കാം. പക്ഷെ അമ്മയെ ഒരുപാട് ഇങ്ങനെ എന്തു പറയാ, ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരുന്നു. അമ്മ സംസാരിക്കത്തില്ലായിരുന്നു, പിന്നെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ന്യൂറോ സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അമ്മ ഇടയ്ക്ക് ഓർമ്മയില്ലാണ്ടാവും. എന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ വിഷമത്തിൽ എന്നോട് തന്നെ വേറെ ആരോ എന്ന് വിചാരിച്ചിട്ട് എന്നോട് ഷെയർ ചെയ്യും. അമ്മ കരയാറുണ്ടായിരുന്നു അങ്ങനെ എല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെ കിടക്കും തോറും എന്തു പറയാ, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റൽ വീട് ഇങ്ങനെ ഞങ്ങളുടെ ട്രാവൽ അങ്ങനെയാ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് എൻ്റെ പപ്പയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. ഒരു ഒരു പനി പോലെ വന്നു. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതിനുശേഷം എൻ്റെ ബ്രദറാണ് കൊണ്ടുപോയത്. ആ ഒരാഴ്ച എൻ്റെ പപ്പ അമ്മയെ വിട്ട് മാറത്തില്ലായിരുന്നു. എപ്പോഴും അമ്മയുടെ അടുത്ത് വന്നിരിക്കുക, കൈപിടിച്ച് പ്രാർത്ഥിക്കുക, അമ്മ എഴുന്നേക്കണം എന്നൊക്കെ ഭയങ്കര അമ്മയോട് ചേർന്നിരുന്നു. ഞാൻ നോക്കി, പപ്പ എന്ത് പറ്റി പെട്ടെന്ന്. ഞാൻ വഴക്കും പറയും, രാത്രിയെല്ലാം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. പപ്പയ്ക്ക് ഉറങ്ങിക്കൂടെ, ഇത്രയും പ്രായമായി, ഇനി ഇങ്ങനെ ഉറക്കമൊന്നും കളഞ്ഞ് എണീറ്റിരിക്കാൻ പാടില്ല, ഉറങ്ങണമെന്നൊക്കെ പറയും. പപ്പ ഇല്ല, ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം, അവൾ എണീക്കണം, ഞാൻ അതുകൊണ്ട് അവളുടെ കൂടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് പപ്പ എന്നെ പിടിച്ചിരുത്തി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ഇരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു. പപ്പയുടെ പഴയ കാര്യങ്ങൾ, പഴയ അനുഭവങ്ങളെല്ലാം എന്നോട് ഷെയർ ചെയ്യായിരുന്നു. അവരുടെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ, അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ. അപ്പൊ ഇത് പതിവില്ലാത്ത പപ്പ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്നത്, എന്തോ ഒരു വ്യത്യാസം തോന്നി. അപ്പം എന്തോ മനസ്സിൽ എന്തോ എന്താണ് കർത്താവേ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ പപ്പ ഹോസ്പിറ്റലില് എൻ്റെ ബ്രദർ കൂട്ടിക്കൊണ്ടു പോയി. അപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല, അമ്മേനെ നോക്കണം വീട്ടില്, അതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ അടുത്ത ദിവസം പപ്പേനെ വെന്റിലേറ്ററിൽ കയറ്റിയെന്നാണ് ഞാൻ അറിയുന്നത്. പെട്ടെന്നായിരുന്നു പപ്പയ്ക്ക് ഇൻഫെക്ഷൻ കൂടിയിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓർഗൻ ഡിസോർഡർ ആയിരുന്നു. മൊത്തം ഓർഗൻസിന് എഫക്റ്റ് ആയിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. പപ്പ ഡയബറ്റിക് പേഷ്യന്റ് ആയിരുന്നു. അപ്പോ പപ്പയുടെ കാല് ആംബിറ്റേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഒത്തിരി വർഷം മുന്നേ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴായിരുന്നു അതെല്ലാം. അപ്പോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സ്പ്രെഡായി. അങ്ങനെ അതിനുശേഷം ഞാൻ കേൾക്കുന്ന പപ്പ ഇല്ല, പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം പപ്പയല്ല ആരും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും നോക്കിക്കൊണ്ടിരുന്ന, എല്ലാവരും അമ്മയിലാ ഫോക്കസ്ഡ് ആയിരുന്നു. ഇതിപ്പോ പപ്പ പോയി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പപ്പ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവർക്കും, ഞങ്ങളുടെ ചർച്ചിലാണെങ്കിൽ എല്ലാവർക്കും ഞങ്ങളുടെ പപ്പ എല്ലാവർക്കും അപ്പച്ചനാണ്. എല്ലാവരുടെയും പ്രാർത്ഥന റിക്വസ്റ്റ് ഇങ്ങനെ ഓരോ വിശ്വാസികളുടെയും പപ്പയുടെ കയ്യിലായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. കാരണം അവർക്ക് നല്ല ഉറപ്പാ, അവര് പോലും അവരുടെ വിഷയത്തിന് വേണ്ടിയിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേലും ഒത്തിരി ആത്മാർത്ഥതയോടെ പപ്പ പ്രാർത്ഥിക്കുമെന്ന് അറിയാം. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി കിട്ടുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് എല്ലാവരും പപ്പയുടെ കയ്യിലെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. ഞങ്ങളുടെ സംബന്ധിച്ചു അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കോട്ടയായിരുന്നു പപ്പയുടെ പ്രയർ എന്ന് പറയുന്നത്. പക്ഷെ പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോ അത് ഏറ്റവും വലിയ നഷ്ടമായി പോയി ഞങ്ങൾക്ക്. അത് അന്നേ ദിവസം തന്നെ അമ്മയിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ടായി. അമ്മ ഭയങ്കര സിവിയർ ആയിട്ട് വോമിറ്റിങ്ങും ഡയറിയ എല്ലാം ആയിട്ട് അമ്മ ഭയങ്കര സിക്കായി തുടങ്ങി. വീണ്ടും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക വരിക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ 1-2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അഡ്മിറ്റ് ആകുക, ഇതായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇതെല്ലാം വന്ന് ബെഡ് സോർ ആയിപ്പോയി. ബാക്ക് എല്ലാം വല്ലാണ്ട് മുറിഞ്ഞ് വല്ലാത്ത ഇതായിപ്പോയി. എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ എവിടെയും സെൽഫിഷ് ആയി പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എനിക്ക് എൻ്റെ കൂടെ എൻ്റെ അമ്മയും വേണം, അപ്പനും വേണം. കാരണം അവരെന്റെ 2 ചിറകുകൾ പോലെയായിരുന്നു. അപ്പോ അവരെനിക്ക് എൻ്റെ കൂടെ ഒരു ആശ്വാസമായിട്ട്, അമ്മ എൻ്റെ കൂടെ അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാലും ജീവനോട് ഉണ്ടായിരുന്നത് എനിക്ക് എൻ്റെ കൂടെ ആരോ ഉണ്ട് എന്നുള്ളൊരു ഫീലായിരുന്നു.
അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയം ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ട് പോലും ആ ജീവനെ പിടിച്ച് വാങ്ങിച്ചു. പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ അമ്മ എത്തിയപ്പോഴത്തേക്ക് ഞാൻ കർത്താവിനോട് പിന്നെ ഞാൻ ഒന്നും പ്രാർത്ഥിക്കാൻ ഞാൻ പോയില്ല. അമ്മയെ തിരിച്ചു കൊണ്ടുവരണോന്നോ അമ്മ സുഖമായി വരണോന്നോ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. എനിക്ക് മനസ്സിലായി അമ്മ സ്ട്രഗിൾ ആവാൻ തുടങ്ങി. കാരണം അമ്മയുടെ കൊണ്ട് തന്നെ അമ്മ പറയാൻ തുടങ്ങി, എനിക്ക് പപ്പയുടെ അടുത്ത് പോകണം, എനിക്ക് ഇനി വേദന സഹിക്കാൻ വയ്യ എന്നൊക്കെ. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് നല്ല സങ്കടം തോന്നി. ലാസ്റ്റ് അമ്മ എന്താ പറയാ ബ്രീത്തിങ് ഒന്നും കിട്ടാണ്ടായപ്പോഴത്തേക്കും അവസാനം അമ്മേനെ ഞാൻ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയം അന്ന് എൻ്റെ അച്ഛൻ ആ സമയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടി വന്നു അമ്മേനെ കൊണ്ട്. അങ്ങനെ ഞാനും എൻ കുഞ്ഞും അമ്മയായിട്ട് ഞങ്ങൾ ആംബുലൻസിൽ പോയി, ഹോസ്പിറ്റലിൽ കൊണ്ട് കയറി. പിന്നെ ICUയിൽ കയറി ഞാൻ അമ്മേനെ കാണുമ്പോൾ അമ്മ ഒരു നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു, ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സും പറഞ്ഞു, മോളെ ഇനി ഒന്നും നോക്കണ്ട, കാരണം ഞാൻ അതിനു മുമ്പേ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ, അപ്പം എല്ലാവർക്കും അറിയാം. അപ്പോ എന്നോട് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കേണ്ട മാക്സിമം ട്രീറ്റ്മെന്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അമ്മ ഒന്ന് ഇച്ചിരി ബെറ്റർ ആയെന്ന് തോന്നിയപ്പോ ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് എഴുതി തരയാണോ എന്ന് പറഞ്ഞു. ശരി, ഡിസ്ചാർജ് എല്ലാം തന്നു. അമ്മേനെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ആംബുലൻസ് വരെ കൊണ്ടുവന്ന സമയം അമ്മേനെ എടുക്കുമ്പോഴാ മനസ്സിലാക്കുന്ന അമ്മയ്ക്ക് ജസ്റ്റ് ശ്വാസം ലാസ്റ്റ് മൊമെന്റിൽ അമ്മ ഇരിക്കുന്നെന്നുള്ളത്. കുറച്ചു സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തു. അമ്മയും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അത് എൻ്റെ പപ്പ മരിച്ച ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയും പോകുന്നത്. അപ്പോ ഒരു വർഷത്തിനകത്ത് 2021 എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നു. 22 ഒരു വർഷമാകുന്നതിന് ഓഗസ്റ്റില് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതാ. 22 ഓഗസ്റ്റ് ആകുന്നതിന് മുന്നേ ആ ഓഗസ്റ്റ് മാസം എൻ്റെ അമ്മ മരിക്കുന്നു. അതിന് മുന്നേ ജൂൺ മാസം എൻ്റെ പപ്പ മരിക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളുടെ ഒരു നീണ്ട നിരയായിരുന്നു ആ ഒരു വർഷം എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 വ്യക്തികൾ നമ്മുടെ ലൈഫിൽ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് എങ്ങനെയാണ് ഇനി ലേറ്റർ ലൈഫ് എന്നൊന്നും എനിക്കറിയത്തില്ല. കുഞ്ഞിനെയും വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല. ഇനി എൻ്റെ ബ്രദർ ഫാമിലി അവരെ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ വീണ്ടും അവരുടെ ഷെൽട്ടറിൽ വന്ന് നിന്നപ്പോ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ ഞാൻ പറയാം, അവിടെ എല്ലാം ദൈവം എന്തു പറയാ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ബലം നൽകി, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം മറ്റാരും നൽകുന്നതിനെക്കാട്ടിലും ആശ്വാസം കർത്താവ് ഓരോ മൊമെന്റിലും നൽകി. വചനത്തിലൂടെ ആവട്ടെ, ഓരോരുത്തരുടെ പ്രാർത്ഥനയിലൂടെ ആവട്ടെ, അതെല്ലാം തന്നെയായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. എനിക്ക് കുഞ്ഞ് ആയിരിക്കുന്ന സമയത്ത് അവൻ ചെറുതായതുകൊണ്ട് അവനെ എവിടെയും ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ ഓരോ സമയത്തും എന്താണോ ഞങ്ങളുടെ ആവശ്യം, എന്താ പറയാ കരുതുന്നവൻ ഞാനല്ലയോ എന്ന പാട്ട് പറയുന്ന പോലെ, ഇത് വെറുതെ അല്ല പറയുന്നത്, എനിക്ക് ഇന്നും പറയാം. ഓരോ ദിവസവും എൻ്റെ ലൈഫ് ടെസ്റ്റ് മണിയാണ്. ഞങ്ങൾക്ക് വേണ്ടുന്ന എന്താണോ അത് കർത്താവ് അതിൽ ഒരു കുറവോ ഒരു പിശുക്കോ ദൈവം എന്റെയോ സെബിയുടെയോ എൻ്റെ മോന്റെ കാര്യത്തിൽ ദൈവം ചെയ്തിട്ടില്ല. ഞങ്ങൾ അത്രത്തോളം ദൈവം കരുതുന്നുണ്ട്, അത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ടെസ്റ്റ് മണി. ഞാൻ എന്ന് പറയും, ഞാൻ ഓർക്കുന്ന കാര്യം, ഞങ്ങള് ഫാമിലി ആയിട്ടിരുന്ന സമയത്ത് പ്രേശം പലപ്പോഴും ഞങ്ങളുടെ കയ്യിൽ അതായിരിക്കാം ബാക്കി ഉണ്ടായിരിക്കുന്ന ഒരു ബാലൻസ് എന്ന് പറയുന്ന അത്രയായിരിക്കാം. പക്ഷെ ഒരു ദേവദാസം ഞങ്ങളുടെ അടുത്ത് വന്നാലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ യാദൃച്ഛികമായിട്ട് വഴിയിൽ വെച്ച് കണ്ടാലോ, പുള്ളി അത് ഒരു ഓഫറിംഗ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല, അപ്പോഴുള്ളത് കൊടുക്കും. ഞാൻ പ്രൈസോട് ചോദിച്ചിട്ടുള്ളൂ, പ്രൈസ എന്തെങ്കിലും ഒരു സേവിങ്സ് വേണ്ടേ, എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട, ഒരു കുഞ്ഞായി. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ കയ്യിലെല്ലാം ഡെപ്പോസിറ്റ് സ്വർഗത്തിലുണ്ട്, അതുകൊണ്ട് നീ അതോർത്തൊന്നും പേടിക്കേണ്ട, കർത്താവെല്ലാം. അത് ലിറ്ററലി ഇന്ന് ഞാനും എൻ്റെ കുഞ്ഞും അനുഭവിക്കുകയാണ്. ദൈവത്തിന്റെ കയ്യിൽ ഞങ്ങൾ എന്തെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ടോ അത് എന്താ പറയാ കറക്റ്റ് സ്ഥലത്ത് നമ്മൾ വിതച്ചാല് നമ്മളത് കൊയ്യുമെന്ന് പറഞ്ഞതുപോലെ കറക്റ്റ് സ്ഥലത്താണ് ഞങ്ങൾ കൊടുത്തതെല്ലാം. അതുകൊണ്ട് തന്നെ ഇന്നും ദൈവം നമ്മളെ പുലർത്തുന്നുണ്ട്, ഒന്നിനും ഒരു കുറവില്ലാതെ. ആരോടും ഒരിക്കൽ പോലും ഒന്ന് കൈനീട്ടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എല്ലാം ദൈവം ഞങ്ങളെ ക്ഷേമത്തോടെ പരിപാലിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പപ്പയും അമ്മയും മരിച്ചതുകൊണ്ടും അവരുടെ എന്താ പറയാ അധികം എന്താ പറയാ നാട്ടിൽ നിന്ന് എന്താ പറയാ അവർക്ക് അവരുടേതായിട്ടുള്ള എൻ്റെ ബ്രദർ ഫാമിലി എല്ലാം ഉണ്ട്. അപ്പോ ഞാൻ ഓർത്ത് തിരിച്ച് വീണ്ടും പഞ്ചാബിൽ വരാം എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് 2 വർഷം ആവുകയാണ്. ഇവിടെ ചർച്ചും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇവിടെ ഡാഡി മാത്രമേ ഉള്ളൂ. ഞാനും കുഞ്ഞും ഇങ്ങോട്ട് തിരിച്ചു വന്നു, മോനെ ഇവിടെ സ്കൂളിൽ ചേർത്തു. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഈ സമയത്തെല്ലാം ദൈവം ഒരുപാട്
എന്ത് പറയാ, എൻ്റെ ലൈഫിനെ അത്രത്തോളം ദൈവം സൂക്ഷിച്ചു. ഇവിടെ വന്ന സമയത്ത് എനിക്കറിയത്തില്ല, ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം ദൈവം എന്നെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ദൈവം എൻ്റെ ലൈഫിൽ, ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഇന്ന് ഏതെങ്കിലും ഒരു ടെസ്റ്റിൽ നമ്മൾ എന്ത് പറയാ കടന്നു പോവുകയാണെങ്കിൽ നാളെ ഒരു ടെസ്റ്റ് മണിക്ക് വേണ്ടിയിട്ടാണ്. എന്തെല്ലാം പ്രതിസന്ധിയും എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ വന്നാലും അത് എന്തോ ഒരു കാരണം ദൈവത്തിന് അതിന് അടുത്ത് പറയാനുണ്ട്. ഒരു പർപ്പസ് നമ്മളെ മേലൊരു, ആരെയും ചുമ്മാതല്ല ഈ ലോകത്തോട്ട് വിട്ടേന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ദൗത്യമുണ്ട്. നമ്മൾ ഈ ലോകത്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു പർപ്പസ് ചിലപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞെന്ന് വരത്തില്ല, പക്ഷെ ദൈവം അതറിയുന്ന ഒരു മൊമെന്റിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. ഇന്നിപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എൻ്റെ സാക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്നത് ചിലപ്പോൾ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ ഇന്ന് ഞാൻ പലയിടത്തും അത് ടെസ്റ്റിമണി ആയിട്ട് പറയുമ്പോൾ ഒത്തിരി പേർക്ക് അതൊരു അനുഗ്രഹമായി, ഒത്തിരി പേർക്ക് അതൊരു ആശ്വാസമായെന്ന് ഞാൻ പിന്നെ അത് കേൾക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് ദൈവം ഓക്കെ, ഇതാണ് ദൈവം എൻ്റെ ലൈഫിൽ ഇത് കൊണ്ട് തന്നതിന്റെ റീസൺ ഇതാ, മറ്റൊരാൾക്ക് ഒരു ആശ്വാസമാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഇതുപോലെ വരുമ്പം അവർക്ക് എങ്ങനെ അതിനെ ഗോ ത്രൂ ചെയ്യാന്ന് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ തനിച്ചല്ല, അവർ ഒറ്റയ്ക്കല്ല. കാരണം ഒത്തിരി പ്രോമിസ് പറയുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടാവും, അവസാനം വരെ ഉണ്ടാവും. ഈ പ്രോമിസ് നമ്മുടെ ഹസ്ബൻഡ് പറയും, നമ്മുടെ വൈഫ് പറയും, അല്ലെങ്കിൽ ഒരു മാരേജ് നടക്കുന്ന സമയത്ത്. പക്ഷെ അവരാരും എന്ത് പറയാ അവസാനം വരെ നമ്മുടെ കൂടെ കാണണമെന്നില്ല. പക്ഷെ എന്ത് പറയാ, കർത്താവ് പറഞ്ഞ വചനം പോലെ ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ, ആ ഒരു വലിയ പ്രോമിസ് ഇന്ന് വരെ ഒരു മനുഷ്യർക്കും കൊടുക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റിയിട്ടില്ല. അവരെത്ര നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാലും അതിനെല്ലാം ഒരു വാലിഡിറ്റി ഉണ്ട്. അത് കഴിയുമ്പോൾ അവര് നമ്മളിൽ നിന്നും മാറിപ്പോവും. പക്ഷെ നമ്മൾ നരയ്ക്കോളം നമ്മളെ ചുമക്കാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്നും ഞാൻ ജീവിക്കുന്നതിന്റെ ഒരു റീസൺ അതാണ്. പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാർ പോലും, എൻ്റെ ചർച്ചിലുണ്ടായിരുന്ന വിശ്വാസികൾ പോലും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി വർഷമായിട്ട് അവർ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്, പക്ഷെ എന്നോട് വന്ന് പറഞ്ഞു, മോളെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അടുത്ത സൺഡേ മുതൽ ഞാൻ ചർച്ചിൽ ഉണ്ടാകും എന്ന് എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് പറയാം, ഇപ്പോ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ടെസ്റ്റ് മണി കൊണ്ട് അവർക്ക് അതൊരു ബ്ലെസ്സിങ് ആയി, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അവിടെ ദൈവത്തെ ഇട്ടിട്ട് പോവാനല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ്, നമ്മൾ പഠിച്ച വിശ്വാസം, നമ്മൾ വായിച്ച വചനങ്ങൾ, കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ അത് ചുമ്മാ പറഞ്ഞു കളയാനല്ല. ആ വാക്കുകൾക്കെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ മറ്റാരും ഇല്ലേലും യഹോവ നമ്മുടെ സമീപസ്ഥൻ തന്നെയാണ്. അത് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് മാത്രം, അത് മറ്റൊരുവനിലേക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് തന്നെയാണ് എൻ്റെ കുഞ്ഞിന്, അവൻ ഇപ്പോഴൊന്നും അധികം അറിയത്തില്ല, പക്ഷെ നാളൊരു സമയത്ത് അവൻ എന്നോട് ചോദിച്ചു തുടങ്ങുമ്പോൾ ഞാൻ അവനോട് പറയാൻ കാത്തു വെച്ചിരിക്കുന്ന, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വാക്യവും അല്ലെങ്കിൽ ഇത് തന്നെയാ, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് കൈമാറി തന്ന വിശ്വാസം. അവര് പറഞ്ഞതുപോലെ ദൈവത്തെ ഒരിക്കലും നീ ചോദ്യം ചെയ്യരുത്, എന്ത് വന്നാലും ദൈവത്തോട് ചോദ്യം ചെയ്യും. കാരണം ദൈവം നമ്മുടെ ലൈഫിൽ ഒന്ന് ചെയ്താൽ അതിനെല്ലാം കുറെ റീസൺ ആണ്. അത് മാത്രം ചിന്തിച്ചു അവിടെ പോയിട്ട് ദൈവം നീ എന്തിനാ ചെയ്തതെന്നൊന്നും ചോദിക്കാൻ നമുക്കൊരു അർഹതയുമില്ല. മറിച്ച് അതെന്തോ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അതായിരിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനോടും പറയാൻ പോകുന്നത്. സോ എൻ്റെ ടെസ്റ്റിമണി ഇതിലൂടെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ ഇൻസിഡന്റ്, ഇപ്പൊ എൻ്റെ അനുഭവം പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ അനുഭവം പറയുന്നത്, പക്ഷെ അതിനെല്ലാം ഒരു കാരണമുണ്ട്. പക്ഷെ എവിടെയും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല എന്നൊരു ഉറപ്പ് മാത്രം ഞാൻ പറയാം. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, ഈ ലോകത്തിലുള്ള മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെ ഏറ്റവും മനസ്സിലാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ എല്ലാം എപ്പോഴും ഉണ്ട്. ആ ദൈവത്തിൽ ഉറച്ച് ആശ്രയിക്കുക. ആ ദൈവത്തിൽ കൂടെ നിൽക്കുമ്പോൾ ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പം സഹിഷ്ണുതയോടെയും ക്ഷമയോടെയും അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാകട്ടെ. ദൈവം അവസാനത്തോളം നമ്മുടെ കൈപിടിച്ച് നടത്തുക, എവിടെയും പകുതി വഴിക്കൊന്നും ഇട്ടിട്ട് പോകത്തില്ല. ആ ഒരു ഉറപ്പ് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇതാണ് എൻ്റെ ടെസ്റ്റ് മണി. നിങ്ങൾക്ക് ഇതൊരു ബ്ലെസ്സിങ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ് മോളെ, വളരെ വേദനിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ പിന്നിലൊക്കെ ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതാക്കിയത്,
ദൈവം എങ്ങനെയാണ് നമ്മളെ ഡെവലപ്പ് ചെയ്തത്, പിന്നത്തേതിൽ നമുക്ക് അതിനകത്ത് ദൈവത്തിൻ്റെ ഹിതവും പദ്ധതിയും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിലൊക്കെ അപ്പുറമായിട്ട് പിന്നത്തേതിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ വേദനകളിലൂടെ വെളിപ്പെടുവാനിടയെത്തിരും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഒരു ബൈബിൾ സ്കൂളുണ്ട്, അതിനകത്ത് ഈ എടുക്കുന്ന ടോപ്പിക്ക് മിഷൻ എന്ന ടോപ്പിക്ക് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ മിഷണറി ഹീറോസിൻ്റെ ജീവചരിത്രം ഇങ്ങനെ പഠിപ്പിച്ചു വരികയായിരുന്നു. അപ്പോൾ അതിനകത്ത് ജിം എലിയറ്റിൻ്റെ ഒരു ചാപ്റ്ററുണ്ട്. ജിം എലിയറ്റിൻ്റെ മരണം എന്നാൽ എലിസബത്ത് എലിയറ്റിനെ ദൈവം അതേ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഓക്ക മിഷൻ എന്ന് പറയുന്നത് ജിം എലിയറ്റിൻ്റെ സ്വപ്നമായിരുന്നു. അതായത് ഇക്കഡോറിലുള്ള ഓക്കകളുടെ ഇടയിൽ പോയി അവരെ യേശുവിന് വേണ്ടി നേടുക, സുവിശേഷം അറിയിക്കുക. ജിം എലിയറ്റ് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ എലിസബത്ത് എലിയറ്റ് അതേ മിഷൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അതേ മിഷൻ കണ്ടിന്യൂ ചെയ്തു. ഓക്കകളുടെ ഇടയിൽ പോയെന്ന് മാത്രമല്ല, ആ ഓക്ക കമ്മ്യൂണിറ്റിയെ മുഴുവൻ കർത്താവിന് വേണ്ടി നേടി. അങ്ങനെ ഒരു വലിയ ഒരു ചരിത്രമായി തീർന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിട്ടുപോയവരുടെ ജീവിത സ്വപ്നങ്ങൾ, അവർക്ക് കിട്ടിയ വാഗ്ദത്തങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുമ്പോൾ അത് മറ്റൊരു ദൈവ പദ്ധതിയുടെ, ദൈവിക പ്രോഗ്രാമിൻ്റെ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയുടെ ഒരു പ്രത്യേക അനുഭവമായി മാറുകയാണ്. എൻ്റെ പപ്പ മരിക്കുമ്പോൾ ഇപ്പം 22 വർഷം കഴിഞ്ഞ് എൻ്റെ പിതാവ് മരിച്ചിട്ട്, മോള് പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം പാരലൈസ് ആയി പോയത് കൊണ്ട് പാസ്റ്ററായിരുന്നു. പിന്നീട് വെളിയിലൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥന ജീവിതത്തിലൊരു ശുശ്രൂഷയായിട്ട് ഏറ്റെടുത്ത് ഇനിയും തനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ, അപ്പോൾ ദൈവം തന്നെ ഇനിയും ഏൽപ്പിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് കൊണ്ട് ഇടിവിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒരു വർഷത്തിൽ നല്ലൊരു പങ്ക് ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ മരണസമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ പ്രാർത്ഥനയുടെ ഒരു വലിയ മതിൽ വീണുപോയതായിട്ടാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇനി എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? അപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച്, ഇനിയുമാണ് ഞാൻ നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. ശരിക്കും 2003 എൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് ഞാൻ ലോങ് ഫാസ്റ്റിംഗ് എടുക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ 1, 2, 3 ദിവസമൊക്കെ ഉപവസിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പം ദൈവം ഒരു വ്യത്യസ്ത ഒരു അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. എൻ്റെ പിതാവിൻ്റെ ആ ഒരു തണലിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നപ്പോൾ, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ പഠിപ്പിച്ചപ്പോൾ, വ്യക്തിപരമായ എൻ്റെ ശുശ്രൂഷയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു വ്യക്തിയോടുള്ള വാഗ്ദത്തങ്ങൾ ഒരു തലമുറ കൊണ്ടൊന്നും തീരത്തില്ല. ഒരു 2, 3, 4 തലമുറ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, 4 തലമുറയാണ് വാഗ്ദത്തങ്ങളുടെ കൂട്ടവകാശി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത് മനസ്സിലാകത്തില്ല. എന്നാൽ പിന്നത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവം നമ്മെ നമ്മുടെ വേദനകളിൽ നിന്ന്, നമ്മുടെ മുറിവുകളിൽ നിന്ന് അനേകരെ ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാക്കും. അപ്പം ഞാൻ വിശ്വസിക്കുകയാണ്, പ്രിയ സിമിയുടെ ജീവിതത്തിലും കർത്താവ് ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ വേദനകൾക്കും എല്ലാ കണ്ണുനീരിനും ഒരു അനുഗ്രഹം, ഒരു ശുശ്രൂഷ, ഒരു ദൈവമഹത്വം ഒക്കെ വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുകയാണ്. നൽകിയ ധൈര്യത്തിനും വിശ്വാസത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. നോർത്ത് ഇന്ത്യയിൽ കർത്താവ് എത്തിച്ചു. ഇനി വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം സഹായിക്കും. ഞങ്ങളുടെയും പ്രാർത്ഥനയുണ്ടാകും, ആസാദിയുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനയുണ്ടാകും. ഇനി കുറേ നാളുകൾക്ക് ശേഷം സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഈ സാക്ഷ്യങ്ങളുടെ ഒരു വർദ്ധിത അനുഗ്രഹീതമാകുന്ന ഒരു ഭാഗം പ്രവാന്തക്കൊണ്ട ദൈവം ബലപ്പെടുത്തും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിൽ അപ്പുറമായിട്ട് പറയാൻ ഞങ്ങൾക്കും വാക്കുകളില്ല. ഞങ്ങളും ദൈവമഹത്വം കാണുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ബാക്കി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ക്ഷമയോടുകൂടെ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. ദൈവം സഹായിക്കട്ടെ. കുഞ്ഞിനെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ പഞ്ചാബിലെ പാസ്റ്റർകളിനെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. മറ്റെന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം മക്കളെ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഇല്ല, ഇപ്പൊ പറഞ്ഞതുപോലെ എന്താ പറയാ, എന്റെ അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥനയുടെ ഒരു ഉത്തരമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം അവരില്ലേലും പ്രാർത്ഥിച്ചിട്ട് പോയ കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ ആൻസേഴ്സ് എല്ലാം
കണ്ടുകൊണ്ടിരിക്കുവാണ്. ഒത്തിരി അവർ ആഗ്രഹിച്ച ഒരു കാര്യം, എല്ലാവരും ദൈവത്തില് ആശ്രയിക്കുന്ന മക്കളായിട്ടിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവവേലയിൽ ഇവരുണ്ടാവണം എന്ന് മാത്രമാണ് എന്റെ പപ്പയമ്മ ഏറ്റവും അധികം ആഗ്രഹിച്ചത്. അതിനപ്പുറം അവർ വലിയ ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ അതെല്ലാം ആയാൽ അതെല്ലാം സെക്കൻഡറി എന്നുള്ള ചിന്താഗതിയായിരുന്നു. സോ അതെല്ലാം ഞാനിപ്പോ ചിന്തിക്കുകയാണ്, അവരുടെ പ്രാർത്ഥന അവരിപ്പോ ഇല്ലേലും അതെല്ലാം ഞങ്ങൾക്ക് കോട്ടയാണ്. അവരെന്തെല്ലാം പ്രാർത്ഥിച്ചിട്ട് പോയോ അത് വെറുതെ ആയി പോകത്തില്ല. അതിന്റെ റിസൾട്ട് എന്തായാലും കാണും, അതിന്റെ ആൻസേഴ്സ് കാണും. നാളെ ഒരു സാക്ഷിയായിട്ട് വീണ്ടും ഞങ്ങൾ നിൽക്കും. ഈ പറഞ്ഞതിൽ അധികം പറയാൻ ദൈവം ഞങ്ങളുടെ ലൈഫിൽ ഓരോന്ന് ചെയ്തു തരാൻ വിശ്വസിക്കും. നിശ്ചയമായിട്ട് ദൈവം അങ്ങനെ പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മോള് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, സ്തോത്രം പിതാവേ. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഇന്നുള്ളൊരു സമയത്തിനായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു അപ്പാ. കർത്താവെ, ആസാദി ടീമിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. അനേകർക്ക് കർത്താവെ ഈ ഒരു ചാനലിൽ ഒരു ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളുടെയും സാക്ഷ്യങ്ങൾ കർത്താവെ, അത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവെ ഏറ്റവും കർത്താവെ ബ്ലെസ്സിങ് ആയി തീരുന്ന ഒന്നായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങൾ കർത്താവെ, അങ്ങ് അവർക്ക് കൊടുത്തതായ ഓരോ ടെസ്റ്റ് മണീസും മറ്റുള്ളവർക്ക് ഒരു എൻകറേജ്മെന്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. അവരുടെ മുറിവുകൾ അവരെവിടെയെല്ലാം കർത്താവെ ഭാരപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം അവര് പ്രയാസത്തിലായിരിക്കുന്നുണ്ടോ, അവരുടെ മുറിവുകളെ ഏറ്റവും അധികം അറിയുന്ന ദൈവമേ, ആ മുറിവുകളെ കെട്ടുന്ന തരത്തിൽ കർത്താവെ ഇതിൽ നിന്ന് പറയുന്ന ഓരോ വ്യക്തികളുടെയും വാക്കുകൾ അവരെ ആ മുറിവുകളെ കെട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ കർത്താവെ മറ്റാരുമില്ലേലും കർത്താവെ അവർ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണ് ആയിരിക്കുന്നെങ്കിലും കർത്താവെ, അങ്ങ് തന്നെ അവരുടെ ലൈഫിൽ ഒരു ആശ്വാസമായി, ഒരു താങ്ങായി, തണലായി, ഒരപ്പന്റെ സ്ഥാനത്ത് നിന്ന് ഒരപ്പൻ മക്കളെ കരുതുന്നത് പോലെ, ഒരമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ വാത്സല്യം കൊണ്ട് നിറയ്ക്കുന്നത്, അതേപോലെ കർത്താവെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ എല്ലാ റോളും കർത്താവെ നീ എടുക്കാൻ അല്ലെ ഞങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ മറ്റാരും ഞങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ഇമ്പാക്ട് കർത്താവെ പല സാഹചര്യങ്ങളും ഞങ്ങൾ അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവെ, മറ്റാരെക്കാട്ടിലും കർത്താവെ നീ ഞങ്ങളുടെ കൂടെ സമീപസ്ഥനായി ഞങ്ങളുടെ ലൈഫിൽ ഇരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് കാണുന്ന ഓരോ വ്യക്തികളെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവെ. അവരുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കട്ടെ. അങ്ങയുടെ നോട്ടം അവരുടെ മേൽ എല്ലാ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. അവരുടെ ഹൃദയങ്ങളുടെ വേദനകളെ ഏറ്റവും അറിയുന്ന ദൈവം അവർക്ക് സമീപസ്ഥനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമാകുന്ന നന്മകളാൽ അവരെ നിറച്ച് കർത്താവ് അവരുടെ ജീവിതത്തെ അങ്ങയുടെ നാമമഹത്വത്തിനായി സകലതും അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുവൻ മറ്റൊരുവന് കൈത്താങ്ങായി നിൽക്കുവാനുള്ള ഒരു മനസ്സും കർത്താവ് ഓരോ വ്യക്തികൾക്കും കർത്താവ് നീ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇതിനു വേണ്ടി കർത്താവ് ഈ ഒരു മിഷൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന കർത്താവെ ഈ ഫാമിലിയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവെ. അവരെ കൊണ്ട് ദൈവം അധികം ചെയ്യിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന ദൈവവേലയ്ക്ക് വേണ്ടി അവർ നിൽക്കുന്ന ഓരോ പ്രവൃത്തിയിലും കർത്താവെ അങ്ങ് അവർക്ക് ഇരട്ടി ബ്ലെസ്സിങ്സ് കർത്താവ് സകലത്തിന്മേലും കർത്താവ് നീ അവർക്ക് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. അനേകർക്ക് ആശ്വാസമായി അവർ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. എല്ലാ മാനോ മഹത്വം അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ അപേക്ഷിക്കുമ്പോൾ ദൈവം നീ കേൾക്കണമേ സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. 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 പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ഹാസിമയുടെ മേൽ തൻ്റെ പൈതലിൻ്റെ മേൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സിമി, കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കും. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. താങ്ക് യു മോളെ. ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കുഞ്ഞിനെ പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സാക്ഷി അനേകരുടെ ജീവിതത്തിൽ ആശ്വാസവും വിടുതലും ഒക്കെ തീർക്കാൻ കർത്താവ് ഇടയാക്കുന്നതിനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ സാക്ഷ്യത്തെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. God bless you all. Thank you for watching.